പറഞ്ഞ പള്ളി നമ്മളുടെ കുത്തുബുദ്ദീൻ ഐബക്ക് രാജാവ് ഇത് പൃഥ്വിരാജ് ചൗഹാനെ ഒന്ന് പിടിച്ചെടുത്ത് വന്നില്ലേ? ആ പിടിച്ചെടുത്ത സമയത്ത് അന്ന് മൊത്തത്തിൽ ഡൽഹിയുടെ ഭരണം മുഹമ്മദ് ഖുറി എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിക്കുള്ളത്. കുത്തുബുദ്ദീൻ ഐബക്ക് അവരുടെ കീഴായിട്ട് പ്രവർത്തിക്കുന്ന രാജാവായിരുന്നു. കേന്ദ്രഭരണം കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മുഹമ്മദ് ഖുറിയുടെ കയ്യിലുള്ള സമയത്താണ് ഇവിടെ അജിൻ്റെ പ്രശ്നം. അങ്ങനെ മുഹമ്മദ് ഖുറിയുടെ നിർദ്ദേശപ്രകാരം കുത്തുബുദ്ദീൻ ഐബക്കാണ് ഈ പള്ളി ആദ്യമായി പണിതതിനാണ്. ഈ പള്ളി ഒരു അമ്പലം പൊളിച്ച് പള്ളിയാക്കിയതാണ് ഞാൻ ചെയ്തത് നമ്മുടെ കാലത്ത്. ഈ പള്ളിയുടെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഒരുപാട് ബിംബങ്ങളുടെ ചിത്രങ്ങളൊക്കെ മനസ്സിലാവും. പള്ളിയിലൂടെ അതിൻ്റെ ചിത്രകലാരൂപങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ പിന്നെ കാതുള്ള ബിംബങ്ങൾ ഇങ്ങനത്തെ ഓരോ നൃത്തരൂപങ്ങളുണ്ടാവല്ലോ. അങ്ങനത്തെ പറയുമ്പോൾ സമയത്തിൻ്റെ കുറേ കാണാമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ കുറിച്ചാക്കിയെന്ന് പറഞ്ഞത് കൂടുതൽ ഈ ബിംബങ്ങളെ പരിശോധിച്ച് പള്ളിയാക്കി. പിന്നെ ഇത് ആദ്യം അവരാണ് നിർമ്മിച്ചത് AD 1119. പിന്നെ 1213 ഇത് പുതുക്കിപ്പണിത് ശംസുദ്ദീൻ ഇൽത്തുമിഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ മുഗൾ ചക്രവർത്തി ശംസുദ്ദീൻ ഇൽത്തുമിഷ് നമ്മളെ പറഞ്ഞില്ലേ, അവരാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഇത് പുതുക്കിപ്പണിത്. ഈ പള്ളി 2.5 ദിവസം കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. അതാണ് ഇതിന് ഢായ് ദിൻക ചോപ്ര എന്നാണ്. ഢായ് ദിൻക എന്ന് പറഞ്ഞാൽ 2 ദിവസം, 2.5 ദിവസം കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഇതിന് ജിന്നുപള്ളി എന്ന് പേര് പറഞ്ഞത്. കാരണം മനുഷ്യന്മാർക്ക് 2 ദിവസം കൊണ്ട് ഇത്രയും കൊത്തുമണിയുള്ള പള്ളി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന വിശ്രാന്തി ഭാവകരം. ഏതായിരുന്നാലും ഇതിപ്പോൾ രാജസ്ഥാൻ സർക്കാരും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ളത് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഗവൺമെൻറ്റായിട്ട് ചെറിയ കബറുകൾ കുറേ കബറുകളുണ്ട്. അവിടെ ഉണ്ട് നമസ്കാരം നടക്കലുണ്ട്. ആര് പള്ളിനുള്ളിൽ നിസ്കാരം. പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ മുഫാറൊക്കെ കയറും. ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ സമയത്ത് എല്ലാവരും വരും. പെണ്ണുകാലിൻ്റെ വരും. നമ്മൾ താരാകത്തിലേക്ക് നടന്നു പോകുന്ന വഴിയാണ്. ആ കടകൾ ആ ടവറൊക്കെ സ്ഥലമാണ് നമ്മുടെ വിദ്യാർത്ഥികളായ താരാകം. ടവറിന് നേരെ ബാക്കിയാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ 4 കിലോമീറ്റർ ആ വഴിയാണ് നമ്മുടെ ജീവിത മുസ്ലിങ്ങളുടെ സ്ഥലങ്ങൾ. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ജിന്നുപള്ളി. കാണാൻ വലിയ മനോഹരമായ ചിത്രപ്പണികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണിത്. വിശാലമായ മുറ്റവും അതുപോലെ അതിൻ്റെ തൂണുകളിലൊക്കെ പല കൊത്തുപണികളും നടന്നിട്ടുണ്ട്. അതിൻ്റെ റൂഫിലും അതുപോലെ മനോഹരമായ കൊത്തുപണികളും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇതാണ് ഇതിൻ്റെ മെഹ്റാബ് വരുന്നത്. അതിന് തൊട്ടടുത്ത് മിമ്പറുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായ കൊത്തുപണികളും ഖുർആനിക വചനങ്ങളും ഒക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ മേൽക്കൂര, മുകൾ ഭാഗം. അവിടെ അങ്ങനെ എല്ലാ തൂണുകളിലും വ്യത്യസ്തമായ ഡിസൈനുകളിലാണ് ഈ തൂണുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ പല ആളുകളും വരുന്നുണ്ട്, ആണും പെണ്ണും എല്ലാവരും വന്ന്. ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് മെഹ്റാബിലുള്ള ചുമരിലുള്ള കൊത്തുപണികളാണ്. അറബി കലാമ ഖുർആനി വചനങ്ങളൊക്കെയാണ് അതിലുള്ളത്. കാണുന്നതില്ല ഇതൊന്നും അങ്ങനെ തുടങ്ങി കുറേ. ഇത് മെഹ്റാബിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത്. മെഹ്റാബിൻ്റെ ഉള്ളിലുള്ള ഭാഗം ആണ് ഇത്.